നാം എന്തിനാണ് ആരംഭിച്ചതെന്ന് ഒരിക്കലും മറന്നു പോകരുത്. എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യം, എന്തിനാണ് ആരംഭിച്ചത്. അതാദ്യം പിശാച് മറന്നു കളയാൻ വേണ്ടി പദ്ധതിയിടും. പല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചതാണ്. പിന്നത്തേതിൽ ആ ഉദ്ദേശങ്ങൾ മറന്നു പോകുമ്പോഴാണ് തെറ്റായ ദിശകളിലേക്ക് മാറുന്നത്. കുടുംബജീവിതം എന്തിനാണ്? നല്ല ഉദ്ദേശത്തോടുകൂടി നല്ലൊരു ഭാവിക്ക് വേണ്ടി ആരംഭിച്ചതാണ്. എന്തിനാണ്, എവിടെ ആരംഭിച്ചു എന്നുള്ളതിനേക്കാൾ എന്തിനാരംഭിച്ചു എന്നുള്ളൊരു ബോധ്യം എല്ലാ കാര്യത്തിലും നമുക്ക് വേണം. പഠിക്കുന്നത് എന്തിനാണ് ആരംഭിച്ചത്, എന്തിനാണ് പഠിക്കാൻ ഇറങ്ങിയത്? ദൈവത്തെ ഉയർത്താനാണ്, ദൈവനാമ മഹത്വത്തിനാണ്, ഭവനത്തിന് അനുഗ്രഹമാകാനാണ്. ആ നല്ലൊരു ഉദ്ദേശം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാലത്തോളം നമുക്ക് പേടിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ദൈവത്തിന് ഒരു മഹത്വമായി തീരാൻ ഇറങ്ങി തിരിച്ചതാണ്. പല മാതാപിതാക്കളെ എനിക്കറിയാം, കുഞ്ഞുങ്ങളെ മിഷണറി ഡോക്ടർമാരാകാനായിട്ട് പഠിപ്പിച്ച മാതാപിതാക്കളെ അറിയാം. ആ കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. പല നാടുകളിൽ ചെന്നപ്പോൾ കണ്ടു, ഡോക്ടർമാർക്ക് അവിടെ സുവിശേഷം പറയാൻ അനുവാദമില്ല. ക്രിസ്തീയ രാജ്യങ്ങളാണ്. അല്ലാത്ത രാജ്യത്ത് പിന്നെ സുവിശേഷം പറയാം. ക്രിസ്തീയ രാജ്യങ്ങളിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ജോലി നഷ്ടപ്പെടും, രാജ്യം വിടേണ്ടി വരും. എന്നാൽ അവർ വളരെ ജ്ഞാനത്തോടെ യേശുവിനെ പറയുന്നു. പറയാതിരുന്നാ പോരെ. ഒരു ഡോക്ടർ എനിക്ക് കാണിച്ചു തന്നു. സുവിശേഷം പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് അവരോട് ഞാൻ അവരോരോ സങ്കടം പറയുമ്പോൾ ഞാൻ പറയും, ലാപ്ടോപ്പ് തിരിച്ചിട്ട് പറയും, ഇതൊന്ന് വായിക്കാൻ പറയും. വായിക്കുമ്പോൾ യേശു നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരകനാണ്. പറഞ്ഞാലല്ലേ വിഷയം. കാരണം സുവിശേഷം അറിയിക്കാൻ എന്തിന് ആരംഭിച്ചു, എന്തിന് ഡോക്ടറായി, എന്തിന് എഞ്ചിനീയറായി, എന്തിന് വിവാഹം കഴിച്ചു, എന്തിന് വിദേശത്ത് പോയി. പലരും വിദേശത്തേക്ക് പോയത് സുവിശേഷം അറിയിക്കാൻ എന്ന സ്വപ്നത്തോടെയാണ്. തുടങ്ങിയത് മറന്നു പോകരുത്, ഉദ്ദേശങ്ങൾ മറന്നു പോകരുത്. എല്ലാ ദിവസവും എവിടെ നിന്നാണ് ആരംഭിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് ആരംഭിച്ചതെന്നും മറക്കരുത്. വലിയ പദ്ധതികളോടുകൂടി ആരംഭിച്ചവരാണ് നാം. എന്നാൽ ഇടക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചിന്തകൾ പിശാച് എടുത്തു കളയും. പ്രതികൂലങ്ങളായിരിക്കാം, തിരക്കുകളായിരിക്കാം, മറ്റു പല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് മാറിയതായിരിക്കാം. ഏതായാലും എല്ലാ ദിവസവും കർത്താവേ, നീ എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? ദാനിയേൽ, ജോസഫ്, ദാവീദ്, ഇവർക്കെല്ലാം ഈ ഒരു കാര്യം അറിയാമായിരുന്നു. അതായിരുന്നു അവരുടെ നിലനിൽപ്പിൻ്റെ വിജയം. അതുകൊണ്ട് അവരുടെ എല്ലാ പരാജയങ്ങൾ പോലും ദൈവം വിജയമാക്കി കൊടുത്തു. നമുക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത് എന്നുള്ള ചിന്തയിൽ എന്നും ജീവിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. In His time, in His time, He makes all things beautiful. In His time, Lord, please show me you're teaching me your way, that you do just what you say in your time. Lord, please show me every day as you're teaching me that you do just what you say in your time, in your time, in
something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord, do something new in my life, something new in my life, something new in my life. Oh Lord. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ തുടരുകയാണ്. പത്രോസിന്റെ പ്രസംഗത്തിന്റെ ആ ഫ്ലോയിൽ താന്, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് പോലും പത്രോസ് പ്രസംഗിച്ചിട്ടില്ല. അതിനുള്ളിൽ തന്നെ പ്രസംഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഒരു ആത്മനദി അവിടെ ഒഴുകി. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. ഒന്നാമത്തെ നദി പീശോൻ, അതായത് വെള്ളച്ചാട്ടം, കുതിച്ച് പായുന്ന വെള്ളം, പെരുവെള്ളം എന്നതുപോലെയായിരുന്നു പത്രോസിന്റെ പ്രസംഗം. വചനമൊഴുകുന്നു, പ്രവചനമൊഴുകുന്നു, യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ വാക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യൻ. ദാവീദിന്റെ കാര്യം എടുത്തു പറഞ്ഞു, പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ 2-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ. 33-ാം വാക്യം, അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഒന്ന്, ഇത് വീഞ്ഞു കുടിച്ചതല്ല, കള്ള് കുടിച്ച് ബോധം പോയവരുടെ കൂട്ടമല്ല. ഒരുവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവിനോട് ചെന്ന് ചോദിച്ച് മേടിച്ച് തന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇവരാര് രക്ഷിക്കപ്പെടാനോ ഇവരാര് സ്നാനപ്പെടാനോ സഭയുണ്ടാകാൻ വേണ്ടിയൊന്നും പത്രോസ് ഓർത്ത് പറഞ്ഞതൊന്നുമല്ല. ഇന്ന് പല പ്രസംഗങ്ങളും പല മീറ്റിങ്ങുകളും ഒരു ചർച്ചിനെ ബേസ് ചെയ്താണ്. ഇതൊന്നും അറിയില്ല, ഒരാവേശത്തിൽ പറഞ്ഞതാണ്. അഭിഷേകത്തിനെതിരെ സംസാരിച്ചപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് സംസാരിച്ചു പോയതാണ്. അങ്ങനെ ഇന്ന് നിങ്ങൾ ഈ കാണുന്നതെല്ലാം ദൈവം തന്നതാണ്. കളിയാക്കിയവർ പോലും മുട്ടുകുത്തിയതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 34-ാം വാക്യം, ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപിടമാക്കുവോളം നീ എൻ്റെ വലഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. അടുത്തത്, ജനങ്ങളുടെ മുഖത്തോട്ട് നോക്കിയിട്ട്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായും അറിയണം. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അതായത് യേശുവിനെ കർത്താവും ക്രിസ്തുവും എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. നിങ്ങൾ ക്രൂശിച്ചതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളെന്ന് പറയുന്നത് ഇസ്രായേൽ ഗ്രഹത്തെയാ പറയുന്നത്. ഈ ഓടിക്കൂടിയവരെല്ലാം പല നാട്ടിൽ നിന്ന് വന്നവരാണ്. ഇവരാരും യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ട് പോലും ഇല്ലായിരിക്കാം. എങ്കിലും പൊതുവായിട്ട് പറയുകയാണ്, ഇസ്രായേൽ, നിങ്ങൾ ഇസ്രായേലാണ്, 12 ഗോത്രങ്ങളാണ്. അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാകും. അവർ യേശുവിനെ ക്രൂശിക്കുമ്പോൾ പറയുകയും ചെയ്തു, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞു. വന്നില്ലേ ഇവന്മാര്? ദേവാലയം തകർക്കപ്പെട്ട ശേഷം ഭൂമി മുഴുവനും ചിതറി
ഹിറ്റ്ലർ മാത്രം 60 ലക്ഷം യഹൂദന്മാരെ പിടിച്ച് കൊന്നു. ഇന്നും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് യഹൂദന്മാരുടെ അന്നത്തെ അവസ്ഥ. അവർ തടവിൽ കിടക്കുന്നത്. അസ്ഥികളെല്ലാം നമുക്ക് എണ്ണാം. നഗ്നരായ സ്ത്രീ പുരുഷന്മാർ, കഴിക്കാൻ ഭക്ഷണമില്ല. ആയിരങ്ങളെ ഒന്നിച്ച് വെടിവെച്ച് കുഴിയിലിട്ട് മൂടുകയാണ്. മാത്രമല്ല, ഹിറ്റ്ലറിന്റെ പട്ടാളത്തിന് ആയുധം ആവശ്യമാണ്. അങ്ങനൊരു ക്ഷാമം നേരിട്ടപ്പോൾ ഗ്യാസ് ചേമ്പറിൽ കയറ്റി ഇവരെ എല്ലാം ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് 60 ലക്ഷം യഹൂദന്മാരുടെ മാംസം മിക്സി പോലുള്ള വലിയ യന്ത്രത്തിലൂടെ ഇട്ട് അരച്ച് കൊന്ന് അത് ഒരു പൾപ്പ് രൂപത്തിലാക്കി അതിനകത്തുനിന്ന് നെയ്യ് മുഴുവൻ വലിച്ചെടുത്ത് സോപ്പ് ഉണ്ടാക്കി വിറ്റ് ആയുധങ്ങൾ വാങ്ങി എന്നൊരു ചരിത്രമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറുതെ കുറച്ച് പേര് വിളിച്ചു പറഞ്ഞാണ് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യഹൂദൻ മരിച്ചുകൊണ്ടേയിരുന്നു. ഭൂമിയുടെ അറ്റത്തോളം ചിതറിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയുന്ന വാക്കുകളെല്ലാം സൂക്ഷിച്ച് പറയണം. പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവനും അറിഞ്ഞുകൊള്ളണം. ഇതറിയാതിരിക്കരുത്, ഇതറിയണം. ഇതാണ് അറിയേണ്ടത്. ബാക്കിയെല്ലാം നിങ്ങൾ മറന്നേക്കൂ. ഈ സത്യം അറിയണം. യേശു തന്നെയാണ് ക്രിസ്തുവും കർത്താവുമായി ദൈവം ആക്കി വെച്ചത്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, തന്നെത്താൻ താഴ്ത്തി ക്രൂശോളം അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. അതുകൊണ്ട് അധോലോകരും സ്വർലോകരും ഭൂലോകരും എല്ലാ മുഴങ്കാലും യേശുവിനെ കർത്താവ് നേറ്റു പറഞ്ഞേ മതിയാവും. എല്ലാവരും ആ മുൻപിൽ വീണേ മതിയാവും. പൗലോസിന് പറയാനുള്ളത് അതാണ്. യഹൂദന്മാരുടെ പ്രധാന പരീക്ഷ നേതാക്കന്മാരിൽ ഒരുവനായ പൗലോസ് പിന്നത്തതിൽ പറയുന്നു, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും. പത്രോസിന് പറയാനുള്ളത്, എല്ലാ മുട്ടും മടങ്ങും, യേശുവിനെ കർത്താവും ക്രിസ്തുവും എന്ന് പറയണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, പലരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കർത്താവേ ഞാൻ അപേക്ഷിക്കുന്നു, ലോർഡ് ലോർഡ്. അതെ, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലല്ല, എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥന, കർത്താവേ യേശു കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഭിഷിക്തൻ. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു, അഭിഷേകം എൻ്റെ മേലുണ്ട് എന്ന് യേശു പറഞ്ഞു. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, എളിയവരോട് സുവിശേഷം, ഇത് അറിയിക്കാൻ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച നിങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇപ്പോഴിത് മറഞ്ഞു കിടക്കുകയാണ്. ഓ, യേശുവിനെ എന്തിന് കർത്താവെന്ന് വിളിക്കണം? യേശുവിനെ എന്തിന് ക്രിസ്തു എന്ന് വിളിക്കണം? ഇന്നും യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കാതെ യുദ്ധം വെട്ടി അവർ ജീവിക്കുമ്പോൾ അവരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സമൃദ്ധിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതിൽ, ഇത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. വെളിപ്പാട്, അതായത് മറ നീക്കി കാണിച്ചു തന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം മറഞ്ഞു കിടക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ട് പൗലോസ് എഫേസ്യ ലേഖനം 1 പ്രാർത്ഥിക്കുന്നു, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കത് കിട്ടണം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. പുറമെയുള്ള ദൃഷ്ടിയല്ല, കണ്ണല്ല, ഹൃദയത്തിൻ്റെ കണ്ണ് പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിന്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. നമ്മളിതൊന്നും അറിയാതെ കർത്താവേ വിടില്ല 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 വിടില്ല,
ഞാൻ നിന്നെ വിടില്ല, എനിക്ക് വീടില്ല, ഞാൻ നിന്നെ വിടില്ല. ഇങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ്റെ വിളിയാലുള്ള ആശയം അറിയുമ്പോൾ, അവൻ്റെ ശക്തിയുടെ വലിപ്പം അറിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ പുറകെ വരും. ഒരു വീടാണോ, നീ 1000 വീട് ആയിരങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന കാലം വരും ഈ വെളിപ്പാടിലേക്ക് വന്നാൽ. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് ഭാവിയില്ല. കുഞ്ഞുങ്ങളോ, നിന്റെ 2 പിള്ളേരെ പഠിപ്പിച്ചു വിടുന്നത് മാത്രമല്ല, 10,000 കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാക്കാൻ നിന്നെ ദൈവം ഉപയോഗിക്കും. വെളിപ്പാടിനാൽ നിറഞ്ഞാൽ, കൃപകളാൽ നിറഞ്ഞാൽ. ജീസസ് എവരിഡേ കേൾക്കുന്ന നിങ്ങൾ മാറി മറിയാനുള്ളവരാണ്. നിങ്ങളൊരു ചരിത്രമായി മാറും. നിങ്ങളുടെ 2 പിള്ളേരുടെ കാര്യത്തിലൂടെ ജീവിച്ച് മരിക്കുന്നു, എന്നെ വിഡ്ഢിത്തരമാണ്. 10 സെന്റ് ഭൂമിക്ക് വേണ്ടി ജീവിതം മുഴുവൻ ജീവിക്കണോ, എന്നിട്ട് ഒരു ദിവസം മരിച്ചു പോകുന്നു, എന്നെ പൊട്ടത്തരമാണ്. ഒരു 10,000 പേർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ളത് തരാൻ നിങ്ങളെ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഉള്ളപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വിളിയാലുള്ള ആശ, നിങ്ങളെക്കുറിച്ചുള്ള ആശ, നിങ്ങൾ 1000 മാതാപിതാക്കളായി തീരണമെന്ന്. ദെബോര ഇസ്രായേലിന് മാതാവായി എഴുന്നേറ്റു എന്നാണ് അവിടെ വായിക്കുന്നത്. ഇസ്രായേലിന്റെ അമ്മയായിട്ട് മുഴുവൻ ജനത്തെ പ്രസവിച്ചതുപോലെ ആണ് അവൾ ജീവിച്ചത്. അതുകൊണ്ട് അവൾ യുദ്ധത്തിന് പോയി, ശത്രുക്കളെ തോൽപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് പാട്ടുപാടാൻ കഴിഞ്ഞു. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 4-5 അധ്യായം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളൊന്ന് വായിക്കണം. അവൾ മാതാവായി എഴുന്നേറ്റു എന്ന 5-ാം അധ്യായത്തിൽ അവൾ പാടുകയാണ്, ഞാൻ മാതാവായി എഴുന്നേറ്റു. നിങ്ങൾ ഒരു കുടുംബത്തിന് വേണ്ടി ജീവിച്ച് തീരല്ലേ, 2 കൊച്ചുമക്കളെ വളർത്തി ചാകല്ലേ. 1000-ങ്ങൾക്ക് 10,000-ങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മാതാവായി തീരും. സമൂഹത്തിന് വിടുതൽ കൊണ്ടുവരുന്നവരായി മാറും. പത്രോസ് പ്രസംഗിച്ചു, ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി. നിങ്ങൾ ഈ സത്യം അറിയണം. യേശുവിലൂടെയാണ് എല്ലാ വിടുതലും. ആർക്കും യേശുവിനെ തകർക്കാനോ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. എന്തൊരു ധൈര്യമാണ്! ഇന്ന് നാളെ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി 3-ാം നാളിൽ സമാപിക്കും. നിങ്ങളിത് പോയി ആ കുറുക്കനോട് പറയെന്ന്. ഹെരോദാവ് കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞു വിട്ട ഹെരോദാവിന്റെ ആൾക്കാരോട് യേശു തിരിച്ചു പറഞ്ഞു വിട്ടതാണ്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഞാനിവിടെ ഉണ്ട്, ഞാൻ 2 ദിവസം കൂടി ഇവിടെയുണ്ട്, 3-ാം ദിവസം ഞാൻ സമാപിക്കും. യേശുവിന്റെ എല്ലാ കാര്യം യേശുവിനെ അറിയാമായിരുന്നു. സമയം ഉണ്ടാക്കിയത് യേശുവാണ്. ഹെരോദാവിനെ ഉണ്ടാക്കിയവനാണ് യേശു. യേശുവിന് ഒന്നിനും പേടിയില്ലായിരുന്നു. അവൻ വചനമാണ്. അവൻ ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുവിനെ അറിയണം. പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ വേറൊന്നും എനിക്കിനി അറിയണ്ട. നിങ്ങൾ യേശുവിനെ അറിയും തോറും നിങ്ങൾ അത്ഭുതമായി മാറും. ജീസസ് എവരിഡേയിലൂടെ നിങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത കർത്താവേ, ഇതെല്ലാം കേൾക്കുന്നവരുടെ ഹൃദയ ദൃഷ്ടി ഇന്ന് പ്രകാശിക്കട്ടെ. അങ്ങ് വിളിച്ചതിൻ്റെ ആശ എന്തെന്ന് അവർ അറിയട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അങ്ങ് കൊടുക്കുന്ന അളവറ്റ ശക്തി അവരനുഭവിക്കുകയും ആ ശക്തി ഉപയോഗിച്ച് അവരുടെ ജീവിതത്തെ കെട്ടിപ്പണിയുകയും അവർ ചെയ്യട്ടെ. ഹൃദയത്തിന്റെ കണ്ണ് ഇന്ന് തുറക്കണമേ. ഇത് കേൾക്കുന്നവർക്കെല്ലാം വചനത്തിന് വേണ്ടി കണ്ണുകൾ തുറന്നു വരട്ടെ. ഏലീശ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ കാണുന്നത് പോലെ ഇവനും ഒന്ന് കാണണം. അങ്ങനെ അഗ്നിമയ രഥങ്ങളും തേരുകളും ശിഷ്യൻ കണ്ടല്ലോ. അവന് ധൈര്യപ്പെട്ടാൽ ഇതുപോലെ ഹൃദയത്തിന്റെ കണ്ണ് എല്ലാവർക്കും തുറന്നു കിട്ടട്ടെ. കണ്ണ് തുറന്ന് തന്നെ ദൂതന്മാരെ കാണട്ടെ. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരെയും അവരുടെ ആരാധനയിൽ ഇറങ്ങി നിൽക്കുന്ന യേശുവിനെ അവർ കാണട്ടെ. തുറന്ന സ്വർഗം ജനങ്ങൾ കാണട്ടെ. ജീസസ് എവരിഡേയിലൂടെ ജനങ്ങൾ അഭിവൃദ്ധിപ്പെടട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു.
അങ്ങനെ അത്ഭുതകരമായി ഉപകരണങ്ങളായി ഓരോരുത്തർ യേശുവിൻ്റെ നാമത്തിൽ വളരെ വളരെ ഫലം കായ്ച്ച് യേശു കർത്താവും ക്രിസ്തുവുമാണെന്ന് ആയിരങ്ങളുടെ നടുവിൽ പത്രോസിനെ പോലെ തെളിയിക്കുന്ന സുവിശേഷകരായി ഇത് കേൾക്കുന്ന ഓരോരുത്തരും മാറട്ടെ. ഈ പ്രാഗൽഭ്യത്തിൽ അവർ ജീവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച മുഴുവനും കർത്താവിൻ്റെ ചിറകിൻ കീഴെ യേശു നമ്മെ കാത്തല്ലോ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്കാണ്. പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അവധിക്ക് നാട്ടിൽ വരുന്ന ഓരോരുത്തരും ഒരു സൺഡേ ഇവിടെ വന്നിട്ടേ പോകാവൂ, എന്നെ കണ്ടിട്ടേ പോകാവൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൂടാതെ വ്യാഴാഴ്ച, ഞായറാഴ്ച വരാൻ കഴിയാത്തവർക്ക് വ്യാഴാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീസസ് എവരിഡേയുടെ ഒരു ഭാഗവാക്കായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഗോഡ് ബ്ലെസ് യു.